ഏറ്റവും സ്നേഹാധരണികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനായ അർഹമർ-റാഹിമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അന്തിമദൂതനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ എല്ലാ നന്മകളും പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയത്. പ്രവാചകരുടെ വഫാത്തിന് ശേഷം സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത നൂതനാശയങ്ങൾ ഉടലെടുത്തു. ശിർക്കും ബിദ്അത്തും ഉടലെടുക്കുന്നത് കണ്ടു. സ്വഹാബാക്കൾ മുരടോടുകൂടി അതിനെ പിഴുതുമാറ്റുകയും ചെയ്തു എന്നുള്ളത് നാം കഴിഞ്ഞ ഖുതുബകളിലൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. പിൽക്കാലഘട്ടത്തും ഈ തെറ്റായ ആദർശം ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ്. അഥവാ പ്രവാചകൻ പഠിപ്പിക്കാത്ത ആദർശങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ അവർ സ്വീകരിച്ചുകൊണ്ട് ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് ജനങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് ഓരോ നൂറ്റാണ്ടിൻ്റെയും തലപ്പത്ത് ഓരോ നവോത്ഥാന നായകന്മാരെ അള്ളാഹു നിയോഗിക്കുമെന്നാണ്. സുനന അബൂദാവൂദ് റഹ്മഹുല്ലാ പഠിപ്പിക്കുന്ന പ്രവാചകരുടെ ഒരു ഹദീസ് ഇപ്രകാരം നാം വായിക്കുകയാണ്: ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. അല്ലാഹു തആല ഓരോ നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ ഓരോ മുജദ്ദിദീങ്ങളെ, അവരുടെ വ്യതിരിക്തത, അവരുടെ ഡ്യൂട്ടി എന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ നന്നാക്കുമെന്നാണ്. അങ്ങനെയുള്ള ഇമാമിയങ്ങൾ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. പണ്ഡിതന്മാർ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ നവോത്ഥാന നായകന്മാരായി എണ്ണിയിട്ടുണ്ട്. പിന്നീട് ഒരുപാട് ഇമാമിയങ്ങൾ വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ ഒരു മുജദ്ദിദായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ. 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഒരു മഹാപണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഹിജ്റ 661 ജനിച്ച ആ മഹാനുഭാവൻ ആ കാലഘട്ടത്തിലെ നവോത്ഥാന നായകനായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയെ കുറിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നാം. അതിനെക്കുറിച്ചല്ല ഇന്നത്തെ ഖുതുബ. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ അദ്ദേഹം സൗദി അറേബ്യയിലെ അദ്ദേഹം ജനിച്ച സ്ഥലത്ത് അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന ആ നാട്ടിൽ നടമാടിയിരുന്ന ഷിർക്കുകളെയും ഖുറാഫാത്തുകളെയും സംബന്ധിച്ച് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന സയ്യിദ് ഹൈദരോസ് തങ്ങൾ അവരുടെ ആധികാരിക പണ്ഡിതനാണ്. സയ്യിദ് അസ്ഹരി തങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്രത്തോളം അദ്ദേഹം എഴുതിയെന്നറിയുമോ? വകാനു അലാ തിൽക്കൽ ഹാലത്തി തഅസത്തി വഇതിഖാദാത്തി ഫാസിദത്തി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ പ്രബോധനം നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ ചെയ്തിരുന്ന തെറ്റുകൾ, പൈശാചികതയിലും ദുർമൂർത്തികളിലും വിശ്വസിച്ചിരുന്ന ഒരു ജനതയായിരുന്നു അവർ. മോശമായ വിശ്വാസത്തിലായിരുന്നു അവർ. ഫാസിദത്തി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. പൈശാചികതയിലായിരുന്നു അവരുടെ വിശ്വാസം.
താഗൂത്തുകളിലായിരുന്നു അവരുടെ അഭയം. ഇസ്ലാമും ബിൽ ഇസ്മ്, പേരിന് മാത്രം ഇസ്ലാം നമ്മുടെയും ചുറ്റുപാടിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇസ്ലാമാണ്, മുസ്ലിംകളാണ്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ ജീവിച്ച ഹിജ്റ 1100 ശേഷം സൗദി അറേബ്യയിലെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായ പൈശാചികമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ച് എഴുതുന്നതാരാണ്? സമസ്തയുടെ ഒരു മുൻ പ്രസിഡന്റാണ്. പേരിന് മാത്രം ഇസ്ലാം സ്വീകരിച്ചവരാണവർ. പ്രത്യക്ഷത്തിൽ കുഫറായ വിശ്വാസമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഷിർക്കായ പ്രവർത്തനങ്ങളായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഏതുവരെ എന്നറിയുമോ? ജാഅത്ത് ദഅവത്തു ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. ഇബ്നു അബ്ദുൽ വഹാബ് അവിടെ ദഅവത്തുമായി വരുന്നത് വരെ അവിടെയുള്ള ജനങ്ങൾ താഗൂത്തിൽ വിശ്വസിച്ചിരുന്നു. പൈശാചികതയിൽ, ഷിർക്കൻ വിശ്വാസത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വരുന്നത് വരെ. അദ്ദേഹം വന്നതിന് ശേഷമായിരുന്നു ആ പ്രദേശങ്ങളിൽ തൗഹീദിന്റെ കൃത്യമായിട്ടുള്ള ആദർശം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളോട് കൽപ്പിക്കുന്നതും ജനങ്ങൾ വിശ്വസിക്കുന്നതും അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ തിരിയുന്നതും. ഇതുപോലെ ഒരു നവോത്ഥാന നായകനായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. ഹിജ്റ 470 റമളാൻ 1 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വഫാത്താകുന്നതാകട്ടെ ഹിജ്റ 561 റബീഉൽ ആഖിർ 11 കഴിഞ്ഞ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം ആൾക്കാർ പ്രകടിപ്പിച്ചതായിരുന്നു നബിദിനം. അത് നബി ജനിച്ചതാണ്. ഈ മാസമാകട്ടെ ശൈഖ് അവർകൾ മരിച്ചതാണ് അവർ ആഘോഷിക്കുന്നത്. കാരണം റമദാനിലാണല്ലോ ഷെയ്ഖ് ജനിച്ചത്. എങ്ങനെയാ ആഘോഷിക്കുവാൻ സാധിക്കുക? മൃഷ്ടാന്ന ഭോജനം എങ്ങനെയാണ് കഴിക്കുവാൻ സാധിക്കുക? അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഷെയ്ഖ് അവറുകൾ മരിച്ച ജമാദുൽ ആഖിറിൽ അവർ അതൊരു ജീലാനി ദിനമായി കൊണ്ട് അവർ ആഘോഷിക്കുകയാണ്. ഈ മാസം അതിൻ്റെ ആഘോഷമാണ്. മഹാനായ ഒരു നവോത്ഥാന നായകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മനസ്സിലാക്കിയ പലരും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സയ്യിദ് അബൂ സ്വാലിഹിന്റെയും ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്നവരുടെയും മകനായി ജനിക്കുകയാണ് അദ്ദേഹം. 41 വയസ്സിലാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. ജീവിതത്തിൽ 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. 49 മക്കളാണ് അദ്ദേഹത്തിന്. 27 ആൺമക്കളും 22 പെൺമക്കളും. അറിയുമോ ഇവർക്ക് ചരിത്രം ഷെയ്ഖ് അവറുകളുടെ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, ഇന്നും വിപണിയിൽ ലഭിക്കും. അൽ ഉൻയ എന്ന് പറയുന്ന ഗ്രന്ഥം, ഫത്ഹുർ റബ്ബാനി, ഫുതുഹുൽ ഗൈബ്, അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം മൊഴിഞ്ഞ വിഷയങ്ങൾ കൃത്യമായി ക്രോഡീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. അങ്ങനെ ശൈഖ് അവറുകളുടെ പേരിൽ ഇന്ന് നാം കാണുന്ന കാൽപ്പനിക കഥകൾ കേൾക്കുന്നത് എന്തൊക്കെയാണ്? ശൈഖ് അവറുകൾ പഠിപ്പിച്ചതല്ല. ഏതുപോലെ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി പടപൊരുതിയ മഹാനവറുകളാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം പിതാവിനോടും സമൂഹത്തോടുമായിരുന്നു പോരാടിയത് തൗഹീദിന് വേണ്ടി, വിഗ്രഹങ്ങൾക്കെതിരെ, ഷിർക്കിനെതിരെ. പിന്നീട് എന്തുണ്ടായി? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം മക്കയിലുണ്ടായി, മുശ്രിക്കുകൾ. അവരെന്താ ചെയ്തത്? ജീവിതത്തിലെ മുച്ചൂടും നിമിഷങ്ങൾ, അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവനും ഷിർക്കിനെതിരെ, വിഗ്രഹങ്ങൾക്കെതിരെ പോരാടിയെങ്കിൽ അതേ ഇബ്രാഹിമിന്റെ പേരിൽ വിഗ്രഹം വെച്ചുകൊണ്ടായിരുന്നു ഇബ്രാഹിം നബിയെ സ്നേഹിച്ച മക്ക മുശ്രിക്കുകൾ. മഹാനായ മൂസാ നബിയും ഈസാ നബിയും അലൈഹിമുസ്സലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി ജീവിതം മുച്ചൂടും ചിലവഴിച്ച 2 പ്രവാചകന്മാരാണ്. പിന്നീട് അവരുടെ അനുയായികൾ തന്നെ എങ്ങനെയാ സ്നേഹിച്ചത്? ആ മൂസാ നബിയോടും ഈസാ നബിയോടും പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെയുള്ളവരാണ് പിന്നീട് ഞങ്ങൾ ഈസയുടെയും മൂസയുടെയും ആൾക്കാരാണ്.
മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ അവസാനം വരെയും ഷിർക്കിനെതിരെ പോരാടിയ ഒരു പ്രവാചകനാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഖുത്ബകൾ അതായിരുന്നു നമ്മുടെ വിഷയം. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ നീ ഒരു വിഗ്രഹമാക്കരുതേ, എൻ്റെ ഖബറിനെ നീ ഒരു ആഘോഷസ്ഥലമാക്കരുതേ എന്ന് പ്രാർത്ഥിച്ച, വസിയ്യത്ത് ചെയ്ത മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ പേരിൽ തന്നെ ആഘോഷം നടത്തുകയാണ്. അതാണ് ചരിത്രം. പ്രവാചകന്മാർ എന്തൊരാദർശം പഠിപ്പിച്ചുവോ പിന്നീട് ആ പ്രവാചകന്മാരെ സ്നേഹിക്കുന്നവർ ആ പ്രവാചകരോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വിധിയാനം സംഭവിച്ചു ലോകത്ത്. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെയും ജീവചരിത്രത്തിൽ വ്യത്യസ്തമായ ഒന്നും ഉണ്ടായിട്ടില്ല. ആ മഹാനുഭാവൻ ജനങ്ങളോട് പഠിപ്പിച്ച ആദർശത്തിനെതിരെയാണ് ഇന്ന് ഞങ്ങൾ ഷെയ്ഖിന്റെ മുരീദുകളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അവറുകളോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ എല്ലാ നബിമാരും പ്രബോധനം ചെയ്തത് എന്തായിരുന്നുവെന്ന് സൂറത്തുൽ അംബിയായിലെ 24-25 ആയത്തുകൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകന്മാരഖിലവും ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഏത് ഇലാഹുകളെയാണ് പ്രാർത്ഥിക്കുക? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഏത് അമ്പിയാക്കന്മാരെയാണ് നിങ്ങൾ സ്വീകരിക്കുക? നിങ്ങൾക്കതിൽ സത്യസന്ധമായി നിങ്ങൾക്ക് പറയുവാനുണ്ടോ എങ്കിൽ കുൽ ഹാതു ബുർഹാനക്കും, തെളിവ് കൊണ്ടുവാ. അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഇലാഹുകളെ, ഏതെങ്കിലും ഇടയാളന്മാരെ വയ്ക്കുവാനുള്ള തെളിവ് ഖുർആനിലുണ്ടോ എങ്കിൽ കൊണ്ടുവരിക എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്. ഹാദാ ദിക്റു മൻ മഅയ വദിക്റു മിൻ ഖബലി, ഇതാണ് എൻ്റെ കൂടെയുള്ളവർക്കുള്ള പ്രബോധനം, ഉത്ബോധനം. എൻ്റെ മുമ്പുള്ളവർക്കുള്ള ഉത്ബോധനവും ഇതാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എല്ലാ നബിമാരും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രബോധനം ചെയ്തത്. ഇത് നവോത്ഥാന നായകന്മാരുടെ അസുലിയായ ഒരു പ്രബോധനമാണ്, അടിത്തറ അതാണ്. ഷെയ്ഖ് അവറുകളുടെയും പ്രബോധനം ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴായിരുന്നു മുശ്രിക്കുകൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത്. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. അല്ലാഹനെ മനസ്സിലാക്കിയവർ മുശ്രിക്കുകൾ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ ഉൾക്കൊണ്ടവർ മുശ്രിക്കുകൾ, അല്ലാഹുവിന്റെ മുദബ്ബിറുൽ അംർ അല്ലാഹുവാണെന്ന് വിശ്വസിച്ചു, ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ അല്ലാഹയാണെന്ന് അവർ മനസ്സിലാക്കി, ലോകത്തെ എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹ് എന്ന് മനസ്സിലാക്കി, ദുനിയാവിലും പരലോകത്തുമുള്ള എല്ലാ നന്മകളുടെയും ഉറവിടം അല്ലാഹുവാണെന്ന് മനസ്സിലാക്കിയ മുശ്രിക്കുകളോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരുവീൻ എന്ന് പറയുമ്പോൾ യസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാവുകയാണ്. സൂറത്തു സ്വാഫാത്തിലെ 35-ാമത്തെ വചനമാണ്. അവർ അള്ളാഹുവിനെ മനസ്സിലാക്കി, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടയാളിന്റെയും ആവശ്യം വരികയില്ല. അല്ലാഹ് അല്ലാത്തവർക്ക് നേർച്ചകൾ നൽകുവാൻ പറ്റുകയില്ല, അല്ലാഹ് അല്ലാത്തവർക്ക് നിവേദ്യം സമർപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മുശ്രിക്കുകൾ അവർ അഹങ്കാരികളായി മാറിയത്. ഇത് എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർ നേരിട്ട ഏറ്റവും വലിയൊരു ദുരനുഭവമായിരുന്നു. ഇത് തന്നെയാണ് മുജദ്ദിദീങ്ങൾ ലോകത്ത് പഠിപ്പിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷെയ്ഖ് അവറുകളും സമൂഹത്തോട് ചോദിക്കുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ആരോടാണ്? സ്വന്തം മുന്നിലുള്ള മുസ്ലിം സമുദായത്തോട് ഷെയ്ഖ് അവറുകൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവാൻ സാധിക്കുക? വഫീ ഖൽബിക കം ഇലാഹിൻ, എത്ര ഇലാഹുകളെയാണ് നിങ്ങൾ ഹൃദയത്തിൽ ഇറക്കി വച്ചിരിക്കുന്നത്? എന്നിട്ട് ചോദിക്കുകയാണ്, കുല്ല ഷൈഇൻ തഅതബുദു അലൈഹി വതഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക. അല്ലാഹുവിന് പുറമെ നീ ആശ്രയിക്കുന്ന കുറെ ഇലാഹുകളുണ്ടല്ലോ, അവരിലാണല്ലോ നീ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, നിന്റെ വിഗ്രഹമാണ്. അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നീ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണോ? ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നാവ് കൊണ്ട് മൊഴിയുന്ന തൗഹീദിന് ഒരു ഉപകാരവുമില്ല. മഅ ശിർക്കിൽ ഖൽബ്,
നിന്റെ ഹൃദയത്തിൽ ഷിർക്കോട് കൂടിയാണ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. ആരോടാണ് ഈ പറയുന്നത്? മുസ്ലിം സമുദായത്തോട്. 900 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രബോധനമാണ് ശൈഖ് അവറുകളുടേത്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സഫിലെ 2-ാമത്തെ ആയത്ത് ആ സമൂഹത്തോട് ഓതി കേൾപ്പിക്കുകയാണ്, വിശ്വാസികളെ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ശിർക്ക് ചെയ്യുകയും തൗഹീദ് പറയുകയും ചെയ്യുന്നത് എന്തിനെ എന്ന് ചോദിക്കുന്നതാരാ? ശൈഖ് അവറുകൾ. വൈഹക്, നാശമാണ് നിങ്ങൾക്ക്. തഅമുറുന്നാസ ബിസ്സുദ്ഖ്, നിങ്ങൾ സത്യം കൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്നു. വഅൻത തക്ദിബ്, നീ അസത്യം പ്രചരിപ്പിക്കുകയാണ്. നീ പെരുങ്കള്ളനാണ്. നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ശിർക്ക് ഇറക്കി വച്ചിരിക്കുന്നു. തഅമുറുഹും ബിത്തൗഹീദ്, നീ തൗഹീദ് കൽപ്പിക്കുകയാണ് ജനങ്ങളോട്. വഅൻത മുശ്രികുൻ, ഓ വല്ലാത്തൊരു വാക്കാണ്. എന്തെങ്ങാനും ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരോടൊന്ന് പറഞ്ഞു നോക്ക്, നീ മുശ്രിക്കാടോ എന്ന് പറഞ്ഞാൽ നമ്മെക്കുറിച്ച് എന്താ അവർ പറയുക? ഇത് ശൈഖ് അവറുകൾ ചോദിക്കുകയാണ് ആ സമുദായത്തിലുള്ള അന്ന് ജീവിച്ചിരുന്ന മുസ്ലിം ഉമ്മത്തിനോട്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ശിർക്ക് എന്തിനാണ് ചെയ്യുന്നത്? എത്രത്തോളം തക്ദിബ് ഹത്താ ഫീ സ്വലാത്തിക്, നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുകയാണ്. ഏതായാലും ഇത് മാധവനോടും ജോസഫിനോടും ഒന്നല്ലല്ലോ ശൈഖ് അവറുകൾ പറയുന്നത്. നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുകയാണ്. ലിഅന്നക തഖൂലു അല്ലാഹു അക്ബർ, നീ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുകയാണ്. റുകൂഇൽ അല്ലാഹു അക്ബർ, സുജൂദിലേക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നീ നമസ്കാരത്തിൽ പറയുകയും വതക്ദിബു ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറുഹു, നിന്റെ ഹൃദയത്തിൽ അല്ലാഹനെ കൂടാതെ എത്ര ശക്തികളെയാണ് നീ ഇറക്കി വച്ചിരിക്കുന്നത്. ഖൽബുക ലാ യുവാഫിഖു ലിസാനക ഫിഉലുക ലാ യുവാഫിഖു ഖൗലക, നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, നിന്റെ ഖൽബ് യോജിക്കുന്നില്ലല്ലോ. നീ പറയുന്ന വാക്കിനോട് നിന്റെ പ്രവൃത്തിയും യോജിക്കുന്നില്ല. ഇതൊക്കെ ശൈഖ് അവറുകൾ പറഞ്ഞ വാക്കുകളാണ് സഹോദരങ്ങളെ. എന്നിട്ട് ശൈഖ് അവറുകൾ ആ സമൂഹത്തോട് ചോദിക്കുകയാണ്, മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് നാണമില്ലടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവാൻ? വലക അൽഫു മഅബൂദിൻ, നിന്റെ ഹൃദയത്തിൽ ഒരുപാട് ശക്തികളെ നീ ഇറക്കി വച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ, ഇന്ന് നാം പറയേണ്ടി വരുന്നു, ആയിരക്കണക്കിന് ജാറങ്ങളിലേക്ക് പോകുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ അതിന് ശരണം കിട്ടുവാനായി, അഭയം തേടുവാനായി ആയിരക്കണക്കിന്, അതാണ് ശൈഖ് അവറുകൾ ചോദിക്കുന്നത്, വലക അൽഫുൻ മഅബൂദിൻ, ആയിരക്കണക്കിന് ആരാധ്യന്മാരെ നിന്റെ ഹൃദയത്തിൽ കുടിയിറക്കി വച്ചുകൊണ്ട് നീ നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവാൻ നാണമില്ലേ മനുഷ്യ? തുബു ഇലല്ലാഹി അസ്സ വജല്ല, ഇപ്രകാരം ചെയ്യുന്ന മുസ്ലിമേ, നീ അല്ലാഹുവിങ്കലേക്ക് തൗബ ചെയ്യ്. മിൻ ജമീഉ അൻമാ അൻത ഫീഹ്, ഇതിൽ നിന്നെല്ലാം നീ ഒഴിവാക്, നീ എല്ലാം ഒഴിവാക്. എന്നിട്ട് നീ നിന്റെ ഹൃദയത്തെ ഒരു പള്ളിയാക്ക്. ഓ, വല്ലാത്ത വാക്കാണ് ശൈഖ് അവറുകളുടെ. ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ ഒരു മസ്ജിദാക്കടോ. എന്താ ആ മസ്ജിദിന്റെ പ്രത്യേകത? ലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ മസ്ജിദിൽ അല്ലാഹയല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. അതാണ് മസ്ജിദിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ മസ്ജിദിൽ അല്ലാഹ് അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. കമാ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹ് പറഞ്ഞതുപോലെ. എന്താ അല്ലാഹ് പറഞ്ഞത്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ മഅല്ലാഹി അഹദാ. അല്ലാഹ് പറഞ്ഞുവല്ലോ ഖുർആനിൽ, നിശ്ചയം മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാകുന്നു, ആ മസ്ജിദിൽ വെച്ച് അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്ന് അല്ലാഹ് പറഞ്ഞ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ശൈഖ് അവറുകൾ പറയുകയാണ്, നീ നിന്റെ ഹൃദയത്തെ മസ്ജിദാക്കണം. അങ്ങനെ പറഞ്ഞ ശൈഖ് അവറുകളെ തന്നെ മസ്ജിദുകളിൽ വച്ച് വിളിച്ചുകൊണ്ട് തേടിയ 10 ദിവസങ്ങളാണ് ഇന്നലെ വരെ നമ്മുടെ മസ്ജിദുകളിലൊക്കെ, പരിസരത്തുള്ള മസ്ജിദുകളിലൊക്കെ നാം കേട്ടത്. ഏത് ശൈഖിനെ വിളിച്ചവർ പ്രാർത്ഥിച്ചു? ജീവിതത്തിൽ മസ്ജിദിൽ വെച്ചുകൊണ്ട് അല്ലാഹ് അല്ലാത്ത ഒന്നിനെയും ജീവിതത്തിൽ ഒരിക്കൽ പോലും
വിളിച്ചു തേടരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഖുർആനിലെ ആയത്തും തെളിവുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ശൈഖ് അവറുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച 10 ദിവസങ്ങളാണ് ഈ റബീഉൽ ആഖിർ 1 മുതൽ 10 വരെ. നഊദു ബില്ലാഹ്. ഇന്നും പാടിക്കൊണ്ടിരിക്കുകയാണ്. ومن ينادي اسمي الفا بخلوته عزما بهمته صرما لغفوته عجبته مسرعا من اجل دعوته فليدعو يا عبد القادر محي الدين. ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാൽ മുഹ്യിദ്ദീൻ ഷേഖിനെ 1000 വട്ടം വിളിച്ചോ. ഒറ്റക്കിരുന്നു കൊണ്ട് അശബ്ദമല്ലാത്ത രീതിയിൽ ശ്രദ്ധയോടുകൂടി നീ ശൈഖ് അവറുകളെ, നീ എന്നെ വിളിച്ചാൽ അജബതുഹു മുസ്രിഅൻ, പെട്ടെന്ന് നിനക്ക് ഉത്തരം നൽകും എന്ന് അതേ മസ്ജിദുകളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന 10 ദിവസങ്ങളാണ് ഇന്നലെ കഴിഞ്ഞു പോയത്. അവിടെയാണ് വിശ്വാസികളെ നാം ആ ശൈഖ് അവറുകളുടെ സന്ദേശം മനസ്സിലാക്കേണ്ടത്. ആ ശൈഖ് അവറുകളുടെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഒരു ചെറു പുസ്തകം, അതിൽ പറയുന്ന തൗഹീദ് ഇവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ശൈഖ് അവറുകളെ വിളിക്കുകയില്ല. മഹാനായ ശൈഖ് അവറുകളുടെ ജീവിതവും സന്ദേശവും ഇവർ ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ശൈഖ് അവറുകൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, മുസ്ലിമേ, നീ അല്ലാഹുവിൽ തവക്കുലാക്കണം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ വന്നാലും അല്ലാഹ് അല്ലാത്ത ഒരു ശക്തിയിലേക്കും തവക്കുലാക്കരുത്. മഹാനവറുകൾ 3 ആയത്താണ് അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുന്നത്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. സൂറത്തുൽ മാഇദയുടെ 23-ാമത്തെ ആയത്ത്. നിങ്ങൾ മുഅ്മിനുകളാണോ, നിങ്ങൾ വിശ്വാസികളാണോ, അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കണം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്ത്. നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കിക്കോ, അവൻ മതി നിങ്ങൾക്ക്. ഓ, അല്ലാഹ് പറഞ്ഞ ആയത്ത് ശൈഖ് അവറുകൾ ഉദ്ധരിക്കുകയാണ്. ഫഹുവ ഹസ്ബുഹു, അവൻ നിങ്ങൾക്ക് മതിയായവനാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. സൂറത്തു ആലി ഇംറാനിലെ 159-ാമത്തെ ആയത്താണ്. അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് മഹാനവറുകൾ ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ്. മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത എന്ത് കാര്യം കണ്ടാലും നീ അതിനെ റദ്ദ് ചെയ്തു കളഞ്ഞു, തള്ളിക്കളഞ്ഞു. ശൈഖ് അവറുകൾ പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാദിലെ 26-ാമത്തെ ആയത്ത്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞ ഒരു കാര്യം, ഒരു ആയത്തെടുത്ത് ഉദ്ധരിക്കുകയാണ്. വലാ തത്തബിഉൽ ഹവാ. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടത്തെ നീ പിൻപറ്റരുത്. മഹാനായ ദാവൂദ് നബിയോട് അല്ലാഹ് പറഞ്ഞ ഒരു ആയത്താണ്. തന്നിഷ്ടത്തെ നീ പിൻപറ്റരുത്. അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് അത് തടയും. നീ മുറുകെ പിടിച്ചോ. നിന്റെ രക്ഷ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. അത് രണ്ടല്ലാത്ത ഏതും അത് നഷ്ടമാണ്, നാശമാണ്, അത് ഹലാക്കാണ്. നീ ഖുർആനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചോ. നിന്റെ മാർഗദർശനമായി നീ കൊണ്ട് നടന്നോ. അത് രണ്ടും അനുസരിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്ത്. ഇതൊക്കെ ശൈഖ് അവറുകളുടെ മധുര മൊഴികളാണ് വിശ്വാസികളെ. നീ വഞ്ചിതരാകരുത്. ആ ശൈഖ് അവർ അങ്ങനെ പറഞ്ഞു, ഈ മഹാൻ ഇങ്ങനെ പറഞ്ഞു. വിഡ്ഢിത്തത്തിന്റെയും കാലയുടെയും കീലയുടെയും പിന്നാലെ നീ പോയി നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കല്ലടോ. നീ വഞ്ചകനാകല്ലേ. ഏതെങ്കിലും തലേക്കെട്ടിയവന്മാർ പറഞ്ഞ അതാണ് ദീനെന്നും പറഞ്ഞുകൊണ്ട് നീ പിൻപറ്റല്ലേ. ശൈഖ് അവറുകൾ പറയുകയാണ്, ഖാല വൽ ഖീല വൽ ഹവസ്. ഇതൊക്കെ വിഡ്ഢിത്തരമാണ്. തന്നിഷ്ടത്തെ നീ പിൻപറ്റരുത്.
എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ശൈഖ് അവറുകൾ കൊണ്ടുവരികയാണ്. ഖാല അല്ലാഹു തആല വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ്. സൂറത്തുൽ ഹശ്റിലെ 7ാമത്തെ ആയത്ത്. അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് എന്തു കൊണ്ടുവന്നുവോ സ്വീകരിക്കുക, ഒഴിവാക്കാൻ പറഞ്ഞത് നിങ്ങൾ വെടിയുക, അള്ളാനെ സൂക്ഷിക്കുക. ഇതാണ് മഹാനവറുകൾ പറയുന്ന ആയത്ത്. ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചു. അതാണ് വിശ്വാസികളെ നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം. എന്നിട്ട് ശൈഖ് അവറുകൾ പറയുകയാണ്, വലാ തുഖാലിഫൂഹു ഫതസ്റഖുൽ അമൽ. ഈ ഖുർആനിനും സുന്നത്തിനും എതിരായി വരുന്ന ഏത് കാര്യങ്ങളും നീ ഒഴിവാക്കിക്കള. എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും എത്ര വലിയ ശൈഖ് പറഞ്ഞാലും ഖുർആനിനും സുന്നത്തിനും എതിരായി വരുന്നതിനെ നീ കാലുകൊണ്ട് തട്ടിക്കള. ശൈഖ് അവറുകളുടെ വാക്കുകളാണ്. അതിനും തെളിവ് ഉദ്ധരിച്ചു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അതാണ് ശൈഖ് അവറുകൾ പറയുന്ന ആയത്ത്. കാരണം അള്ളാന്റെ റസൂല് മതത്തിന്റെ കാര്യത്തിൽ പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിന്റെ വഹ്യ് അനുസരിച്ചുകൊണ്ടാണ്. എന്നിട്ട് ശൈഖ് അവറുകൾ പറയുന്ന സൂറത്ത് ആലി ഇംറാനിലെ 31ാമത്തെ ആയത്ത്, ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യണം. അതാണ് നിങ്ങളുടെ വിജയം. ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ്യത്തി ഇലാ അഹദും മിൻ ഖൽഖില്ലാഹ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സൃഷ്ടികളിൽ ഒന്നിനോടും നീ ആവലാതിപ്പെടല്ലേ, സൃഷ്ടികളിൽ ഒരാളോടും നീ സങ്കടം പറയല്ലേ. സൃഷ്ടികളിൽ അത് ആരാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ, സൃഷ്ടികളിൽ ഒന്നിനോടും നീ സങ്കടം പറയരുത്, ആവലാതി പറയരുത്. ഈ ശൈഖ് അവറുകളെയാണല്ലോ ഈ മുസ്ലിംകളെന്ന് പറയുന്നവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. ശൈഖ് അവറുകൾ പഠിപ്പിച്ചതല്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതാന്ത്യം വരെയും തൗഹീദിന് വേണ്ടി പ്രബോധനം ചെയ്യാത ആ മഹാനുഭാവൻ വസിയ്യത്ത് നൽകി, കൃത്യമായ രീതിയിൽ ജനങ്ങളെ ഉപദേശിച്ചു. ഇന്ന് ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യാജേന പ്രവാചകരോട് തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ദുരവസ്ഥയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇന്നത്തെയും. ശൈഖ് അവറുകളുടെ പേരിൽ ശൈഖ് അവറുകൾ പഠിപ്പിക്കാത്ത ആദർശം, ശൈഖ് അവറുകൾ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറഞ്ഞതാണ്. അല്ലാഹ് അല്ലാത്ത ഒരു ശക്തിയോടും നീ പ്രാർത്ഥിക്കരുത്, അവലംബമാക്കരുത്, ആശ്രയം തേടരുത്. ഇതെല്ലാം ഉന്നതനായ അള്ളാഹുവിൽ ശിർക്ക് വന്നു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. ചെയ്ത പാപങ്ങളെയെല്ലാം നീ അള്ളാഹുവിങ്കലേക്ക് സമർപ്പിച്ചോ, അവൻ പുറത്തു തരും. ഖുർആനും സുന്നത്തുമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രമാണം. ആ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ആര് പറഞ്ഞാലും നീ വഞ്ചിതനാകണ്ട എന്ന് പറയുന്ന മഹാനായ ശൈഖ് അവറുകളുടെ കൃത്യമായിട്ടുള്ള ജീവിതമാണ് സന്ദേശമായി നാം ഇന്നത്തെ ഖുതുബയിൽ കൂടി കേട്ടത്. അതാണ് സഹോദരങ്ങളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഓരോ നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ ഈ ദീനിനെ നന്നാക്കുവാനും അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഫതൂബാ ലിൽ ഖുറബാ, അപരിചിതരായ ആൾക്കാർക്ക് എൻ്റെ ആശംസകൾ, അവർക്കാണ് സൗഭാഗ്യം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, അപരിചിതരായ ഒരു സമൂഹം വരാനുണ്ട്, അവർക്ക് എൻ്റെ ആശംസകളും എൻ്റെ സൗഭാഗ്യങ്ങളും ഞാൻ അവർക്ക് നേരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകരോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമൻ ഖുറബാ, ആരാണ് ഈ അപരിചിതർ? ആർക്ക് വേണ്ടിയാണ് താങ്കൾ സൗഭാഗ്യം നേരുന്നത്? ആർക്ക് വേണ്ടിയാണ് താങ്കൾ ആശംസകൾ നേരുന്നത് എന്ന് സ്വഹാബികൾ പ്രവാചകരോട് ചോദിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്ന മറുപടി, വഹുമുൽ ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസി മിൻ ബഅദി സുന്നതി, എനിക്ക് ശേഷം എൻ്റെ സുന്നത്തിനെ ജനങ്ങൾ ഫസാദാക്കി കളയും.
എൻ്റെ സുന്നത്തിനെ അവർ ഫസാദാക്കും, കുഴപ്പത്തിലാക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ സുന്നത്തിനെ നന്നാക്കുന്നവരാണ് ഖുറബാക്കൾ. അവർക്കാണ് എൻ്റെ ആശംസകൾ, അവർ സൗഭാഗ്യവാന്മാരാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വിശ്വാസികളെ, ആ ബാധ്യത നമുക്കുണ്ട്. പരിസരങ്ങളും നമ്മുടെ ചുറ്റുപാടുകളുമെല്ലാം തൗഹീദിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ കൂടുന്തോറും നൂതന വാദങ്ങൾ, അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിക്കാത്ത പുതിയ പുതിയ കാര്യങ്ങൾ, പ്രവാചകരുടെ സുന്നത്തിനെ തമസ്കരിച്ചുകൊണ്ട്, പ്രവാചകരുടെ സുന്നത്തിനെ അവഗണിച്ചുകൊണ്ട് നാട്ടാചാരങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞ കീലകളും അതെല്ലാം വാരിപ്പുണർന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ഒരു വിഭാഗമാണ് നമ്മുടെ ചുറ്റുപാടിലുമുള്ളത്. അള്ളാഹുവിന്റെ സൗഭാഗ്യം കിട്ടുവാൻ പ്രവാചകരുടെ ആശംസകൾ അർപ്പിച്ച ആ ഖുറബാക്കളിൽ പെടുവാൻ വിശ്വാസികളെ നമുക്ക് ബാധ്യതയുണ്ട്. സുന്നത്തിന് വേണ്ടി പടപൊരുതുവാൻ, ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി ജനങ്ങളെ ബോധവൽക്കരണം നടത്തുവാൻ നവോത്ഥാന നായകന്മാരായിട്ട് ഓരോ വിശ്വാസികളും മാറണം. ഫസാദായ സുന്നത്തിന്റെ സ്ഥാനത്തേക്ക് സ്ഥാപിതമായി കൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം വിശ്വാസികളെ. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.